ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, സർക്കാരിൻ്റെ നയമല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു, പെട്ടെന്ന് തിരുത്തുന്നു. ഈ ഇല്ലാത്ത നയം എങ്ങനെയാണ് അച്ചടിച്ച് ഒപ്പിട്ട് പുറത്തു വരുന്നത്? സർക്കാരിൻ്റെ നയമറിയാത്ത ഉദ്യോഗസ്ഥരാണോ? ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രാവശ്യത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരന്ത മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രളയകാലത്തും ചാനലുകളിലൊക്കെ വന്ന് നന്നായി പ്രസൻറ്റ് ചെയ്യും. ഇപ്രാവശ്യവും അദ്ദേഹം വളരെ മനോഹരമായ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നന്നായി പ്രസൻറ്റ് ചെയ്യുന്നു അദ്ദേഹം. അതിന് അദ്ദേഹത്തിനുള്ള ആ ഒരു നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ 3 ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ കാര്യത്തിലും ഈ ഓർഡർ ഇറങ്ങിയപ്പോഴും 4ാമത്തെ കാര്യം 4 കാര്യമാണ്. 3 ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തി, ഇതിപ്പോൾ 4ാമത്തെ ഈ ഓർഡർ ഇറങ്ങി. ഈ 4 കാര്യങ്ങളിലും ചെറിയ ലാപ്സ് വന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് ഇട്ട് വീണ്ടും അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് നന്നായിരിക്കും. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കേൾക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ അതോറിറ്റിയിൽ നിന്നാണല്ലോ, അല്ലാതെ അദ്ദേഹത്തിന് ശൂന്യതയിൽ നിന്ന് വിവരങ്ങളെടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻസാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ഹീസ് എ ഹയർ പോസ്റ്റാണ്. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇൻസിഡൻ്റൽ ഓഫീസർ. സ്റ്റേറ്റ് ഇൻസിഡൻ്റൽ ഓഫീസർ എന്ന് പറയുന്നത്, കമ്മീഷണർ എന്ന് പറയുന്നത് വളരെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ആളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മെമ്പർ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം 3 പോസ്റ്റാണ് ഒരേ സമയം ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ നോട്ടൊക്കെ എഴുതി കൊടുക്കുന്നത്. മുമ്പ് അവിടെ ദുരന്തമുണ്ടായിട്ടില്ല എന്ന് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഇങ്ങനെ ഒരു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഉപഗ്രഹ ചിത്രങ്ങൾ വച്ച് തന്നെ പറയുന്നു. മാത്രമല്ല അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മെമ്പർ സെക്രട്ടറി തന്നെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു സയൻസ് ജേണലിൽ. അപ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രി മിസ്ലീഡ് ചെയ്യുന്നു എന്നാണോ? മിസ്ലീഡ് അല്ല, ഇത് വലിയൊരു പ്രശ്നം. ഞാൻ ഇന്നലെ വരെ ഈ നിമിഷം വരെ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി പറയാതിരുന്നാൽ അതൊരു വലിയൊരു പാപം കിട്ടും. എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, മെമ്പർ സെക്രട്ടറി ശ്രീ ശേഖർ കുര്യാക്കോസിന് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റുകൾ, അദ്ദേഹം വാങ്ങുന്ന സാലറി, ഇത് ഗൗരവമായി സമൂഹം ചർച്ച ചെയ്യേണ്ട സമയമായി. 3 പ്രധാനപ്പെട്ട പോസ്റ്റ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. 3 പോസ്റ്റിനും വ്യത്യസ്തമായ വിപുലമായ അധികാരങ്ങളും പരിപാടികളും ഉള്ളതാണ്. അത് ശരിയല്ല. സയൻറ്റിസ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇരുന്നിട്ട് പ്രൊഫസറുടെ സാലറി വാങ്ങുന്നുണ്ട്. സാലറി വാങ്ങിക്കോട്ടെ, ഞാൻ സാലറി വിരുദ്ധനൊന്നുമല്ല. അദ്ദേഹം പ്രളയകാലത്ത് ഇതുപോലൊരു ഉത്തരവ് പൊക്കിക്കൊണ്ട് വന്നു. അദ്ദേഹം അതോറിറ്റി മെമ്പർ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആളാണല്ലോ. ഈ ഫയൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എന്തായാലും ടിങ്കു ബിസ്വാൾ മാഡത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഫയൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫയൽ താഴെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതോറിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നോ, ഒന്നുകിൽ സെക്രട്ടേറിയറ്റിലെ സെക്ഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യും, അതാണല്ലോ ഫയൽ സിസ്റ്റം, അല്ലെങ്കിൽ അതോറിറ്റിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. 2 നിന്ന് ജനറേറ്റ് ചെയ്താൽ ഇത് CMൻ്റെ അനുവാദം കൂടെ എടുക്കണ്ടേ? ഇത്രയും ഹോട്ട്സ്പോട്ടായിട്ടുള്ള വിഷയത്തിൽ CMൻ്റെ ഓഫീസിൽ ചോദിച്ച് അനുവാദം എടുക്കണ്ടേ? അപ്പോൾ എടുത്തില്ല എന്ന് മാത്രം, എടുത്തിട്ടുണ്ടാവില്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തിരുത്തൽ വരില്ലല്ലോ. പ്രളയം വന്നപ്പോൾ ഇതുപോലൊരു ഓർഡർ കൊണ്ടുവന്നു. 67 ഓർഡർ ഉണ്ടായിരുന്നു. ഈ പത്രങ്ങളിലൊക്കെ ലേഖനമൊക്കെ എഴുതുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വാങ്ങണമെന്നുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് സകല ഡിപ്പാർട്ട്മെൻറ്റിനും അയച്ചു. അന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. പിന്നെ അത് പഴയ ഓർഡർ ആയതുകൊണ്ട് ആരും അത് ഇതുപോലെ ചർച്ച ചെയ്തില്ല. 2ാം ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൊരു കാര്യം പറഞ്ഞു. ചൂരൽ മല എന്ന് പറയുന്ന ഒരു സമതല പ്രദേശമാണ്. അവിടെയുള്ള ആളുകളെ എന്തിനാണ് ഒഴിവാക്കുന്നത്? എന്തിനാണ് അവരെ ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റുന്നത്? നേരത്തെ 1500 മീറ്റർ പൊക്കമുള്ള ഒരു മലയുടെ താഴെ, നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മലയുടെ താഴെ, ഹോട്ട്സ്പോട്ടായ മലയുടെ താഴെ, 2 കിലോമീറ്റർ അപ്പുറത്ത് ഉരുൾപൊട്ടലുണ്ടായ മലയുടെ താഴെ ഒരു പാറക്കഷ്ണം പോയിട്ടൊരു മെറ്റൽ സാധനം താഴേക്ക് വന്നാലും അത് ചാലിയാർ പുഴയിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ പുഴത്തടമായ ചൂരൽമലയിലൂടെ പോകാൻ പറ്റും. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ വിഷയം പഠിച്ചിട്ടുള്ള ആളല്ല, അദ്ദേഹം സബ്ജക്റ്റ് എക്സ്പെർട്ട് അല്ല. പക്ഷേ ഈ വിഷയം പഠിച്ചിട്ടുള്ള
ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അതോറിറ്റിയിൽ ഉണ്ടാവണം. അവർ പറഞ്ഞു കൊടുക്കണം. ചൂരൽ മലയിലെ ആളുകളെയും നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അവർക്കും മുന്നറിയിപ്പ് കൊടുക്കണം. ഇന്ന് ഞാൻ വേറൊരു ചാനലിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റുമായി ആ ചാനലിൽ ഞാൻ സംസാരിച്ചിരുന്നു. പ്രസിഡന്റ് പറയുന്നത് തലേ ദിവസം ഞങ്ങൾ കുറേ മുന്നറിയിപ്പുകൾ എല്ലായിടത്തുമൊക്കെ ഇറങ്ങി പറഞ്ഞതാണ്, ആളുകൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഒരു വശത്ത് മുഖ്യമന്ത്രി ചോദിക്കുന്നു എന്തിന് ഞങ്ങൾ മാറ്റണം, സമതലമല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ മാറ്റാനുള്ള തയ്യാറെടുപ്പ് നടത്തി, ജനങ്ങൾ കൂടുതൽ അങ്ങോട്ട് സഹകരിച്ചില്ല, മഴ, അതൊരു പ്രശ്നമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രശ്നമുണ്ട് ഈ ഇത് മാറ്റുന്നതിൽ, കാരണം ജനങ്ങളങ്ങനെ മാറില്ല. ഈ മൂന്നാമത് ദേശീയ ദുരന്തമാക്കണമെന്നുള്ളൊരു പ്രസ്താവന 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ആ ആക്ട് ഉണ്ടാക്കിയത് പാർലമെൻറ്റിലാണ്, എല്ലാ അസംബ്ലികളും അത് അഫയം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ അത് ഇപ്പോഴൊന്നും പാസ്സാക്കിയതല്ല, ഇവരാരും പാസ്സാക്കിയതല്ല, 2005 പാസ്സാക്കിയ നിയമമാണ്. 2005 പാസ്സാക്കി എല്ലാ അസംബ്ലികളും അത് അഫയം ചെയ്തിട്ടുള്ള, അസംബ്ലികൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ ഗൗരവമായ ഒരു ഉത്തരവാണ്, ആക്റ്റാണ് 2005. ഈ ആക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അറിയില്ലേ? അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു കൊടുക്കണ്ടേ? 10ാം ധനകാര്യ കമ്മീഷനിൽ ഈ വിഷയം വന്നു. അപ്പോൾ ധനകാര്യ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ നാഷണൽ ഡിസാസ്റ്റർ ഒന്നും പ്രഖ്യാപിക്കാൻ പ്രൊവിഷനില്ല. അതുകൊണ്ട് ഇൻറ്റൻസീവ് ഡിസാസ്റ്ററിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് അത് ഇൻറ്റൻസീവാണോ, തീവ്രമാണോ, അതിതീവ്രമാണോ എന്നൊക്കെ നോക്കാം. അങ്ങനെ നമുക്ക് സഹായം കൂടുതൽ കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. ഈ കാര്യം ഇന്ന് ഡോക്ടർ ശശി തരൂർ ഈ കാര്യം ഇന്ന് ഇവിടുത്തെ തിരുവനന്തപുരം MP ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂർ ഈ കാര്യം എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാനൊരു പത്രത്തിൽ വായിച്ചു. അപ്പോൾ 3-4 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിൽ മുഖ്യമന്ത്രിയെ ഒന്നുകിൽ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അത് മിസ്ലീഡ് ചെയ്തു, അല്ലെങ്കിൽ സ്പീഡ് കൂടി എടുക്കുമ്പോൾ കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. സ്പീഡുണ്ട്, ഇതിനകത്തൊരു സ്പീഡുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം.